കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു ഒരു അടിപൊളി ഒരു ആപ്പ് പരിചയപ്പെടുത്തരാം. നമുക്കറിയാലോ, ഈ ഗൂഗിൾ പേ, ഫോൺ പേ, അതുപോലെ പേടിഎം എന്നൊക്കെ പൈസ പല ആളുകളെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ വന്നു കഴിഞ്ഞാൽ ആരാണ് അയച്ചത് അവരെ പേര് പറയില്ല, പൈസ സെൻഡായി എന്ന് മാത്രമേ പറയൂ. പക്ഷേ പേരടക്കം പറയുന്ന ഒരു ആപ്പുണ്ട്, ലീഗലായിട്ടുള്ള നല്ല ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ആപ്പ്. അതിനെയാണ് പരിചയപ്പെടുന്നത്. നിങ്ങളെ അക്കൗണ്ടിലേക്ക് പോലെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെ ഇതിലൊക്കെ പൈസ അയച്ചു കഴിഞ്ഞാൽ ആരാണ് അയച്ച പൈസയും അതയച്ച ആളുടെ UPI നെയിമും അവർ പറയും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. കൂടുതൽ ഇതുപോലെ ബിസിനസ്സും കൂടുതൽ എമൗണ്ടൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു പക്ഷേ ഉപകാരപ്പെടും. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. UPI അനൗൺസ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ വരും, UPI പേയ്മെൻറ്റ് അനൗൺസ്മെൻറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മലയാളത്തിൽ വേണം അങ്ങനെ രീതിയിൽ പറയാം, അവർ പറയും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്. അപ്പോൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വലത് ഭാഗത്ത് ആക്സെപ്റ്റ് കൊടുക്കുക, പിന്നെ ഈ OK കൊടുക്കുക. ശേഷം നിങ്ങൾ UPI അനൗൺസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ അടിയിലുണ്ട്, പേയ്മെൻറ്റ് അനൗൺസർ, അതിൽ ഓണാക്കി വെക്കുക, അലോ കൊടുക്കുക. ശേഷം ബാക്കോട്ട് അടിച്ച് വരിക. ഈ ഇടത് ഭാഗത്തായ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് സെറ്റിങ്സ് ആയിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ കാണാം. അത് രണ്ടും ഓൺ ചെയ്ത് വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ച ആളെ പേരും പറയും, വോളിയത്തിലും കൂടി പറയണമെന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷാണ് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളം ആക്കുക, ഇംഗ്ലീഷ് ഒഴിവാക്കുക. എന്നിട്ട് ബാക്ക് ബട്ടൺ അടിച്ച് സേവ് ചെയ്യുക. അപ്പോൾ ഒരു പരസ്യം വരും, അത് നിങ്ങൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പൈസ അയക്കുക നിങ്ങളെ അക്കൗണ്ടിൽ ഗൂഗിൾ പേയിലേക്ക്. അല്ല, ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ശബ്ദം വരുന്നത്. ഫോൺ പേ വഴി മണി റിസീവ്ഡിൽ നിന്ന് ₹1 പേയ്മെന്റ് ലഭിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെസ്സേജുകൾ വരും, അതിങ്ങനെ പറയും. അപ്പം നിങ്ങൾക്ക് വന്നു എന്നുള്ളത് തെളിവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നോക്കണം, ചെക്ക് ചെയ്യണം, ഒക്കെ ഒരു പണിയാണ്.